പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങോട് ചെയ്ത വചനങ്ങള്, അങ്ങോട് ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഏലിയാവിനെ പോലെ തീഷ്ണത ജ്വലിക്കുവാൻ എന്നെ ഉപരി അഭിഷേകം നൽകണമേ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കുക. ഏലിയാവിനെ പോലൊരു മറുപടി ഏലിയാവിനെ പോലൊരു മറുപടി സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. സ്വർഗമടയ്ക്കാൻ മഴയകറ്റാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ മനമുരുകുമ പ്രാർത്ഥനയ്ക്കായി. വീണ്ടും തുറക്കാൻ മഴ വിതറാൻ പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കള് വിശ്വാസത്തിലും പ്രത്യാശയും ദൈവസ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ട് നിൽക്കണം. ഓരോ രോഗങ്ങൾ, ഓരോ ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങൾ കർത്താവ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥർ എടുത്തു മാറുന്ന സമയമാണ്. സ്തുതികളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുറവാഴ്ന്ന വലതുകര, അനുഗ്രഹത്തിന് വലതുകര, പരിശുദ്ധ അമ്മ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഓരോ മകൻ്റെ മേലും വിക്രമെന്ന് പ്രാർത്ഥിക്കുന്ന, ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ ആശീർവദിക്കണമേ. മക്കളില്ലാത്തവരെ ആശീർവദിക്കണമേ. മാർഗരോഗികളെ ആശീർവദിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ. എലിയാവിൻ്റെ പ്രാർത്ഥനയെ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കർത്താവ് മഴ പെയ്ച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ, മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും കർത്താവെ ആഞ്ഞു വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടിയക്കാറ്റടിക്കണമേ. ആത്മക്കാറ്റാൽ അങ്ങനെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതൽ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകേണ്ട ജോലിയില്ലാത്തവർ, വിട്ട് തളർന്നു കിടക്കുന്നവർ, മഹാരോഗികൾ, മാർഗരോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു, കുഞ്ഞുങ്ങളില്ലാത്തവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കർത്താവിൽ ജോലിയില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവർ, ഭാര്യാഭർത്താക്കന്മാരുന്നവർ, വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നവരെ കർത്താവ് അവരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ ഐക്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭത്തെ ശിശുവിന് തകരാറുള്ളവർ, കർത്താവ് അവർ ശരീരത്തിൽ ഇപ്പോഴേ ചൂടനുഭവിക്കട്ടെ. കർത്താവ്, നീ അവരെ സ്പർശിക്കുന്നു, നീ അവരെ സൗഖ്യപ്പെടുത്തുന്നു. അവിടെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നീ അവർക്ക് അഭിഷേകം നൽകുന്നുവെന്നെ അടയാളമായി ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് ശരീരത്തിൽ ചൂടനുഭവിക്കാൻ പ്രാർത്ഥിക്കുന്ന അവരെല്ലാം കർത്താവിൽ അഭിഷേകം സ്നാനപ്പെടുകയും കർത്താവിൻ്റെ സത്യം തൊക്ക് രോഗികൾ, ക്യാൻസർ രോഗികൾ, വിസർപ്പ് രോഗികൾ, PCOD രോഗികൾ, അലർജി രോഗികൾ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ,
മുടികൊഴിച്ചിലുള്ളവർ, ശരീരത്തിൽ വേദനയുള്ളവർ, ഉറക്കമില്ലാത്തവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ വികൃത ജോലിയില്ലാത്തവർ, പഠനങ്ങളുടെ പരീക്ഷകൾ പരാജയപ്പെട്ടവർ, കർത്താവ് ഒരു തരത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആവശ്യമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വിഷമിച്ച് ജീവിക്കുന്നവർ, കർത്താവ് ഒരു മറുപടി ഇല്ലാതെ വിഷമിക്കുന്നവർ, കർത്താവ് എല്ലാം തെലഞ്ഞല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കണ്ണീരടക്കിക്കൊണ്ട് ജീവിക്കുന്ന മക്കളെ കർത്താവെയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അവർ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ജീവിതത്തെ കർത്താവ് യൂട്ടേൺ എടുപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്തിൽ ആ താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗ രോഗങ്ങള്, തീരാവേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരണേ സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും സമാപനാശീർവാദ സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ഓൺലൈനിലുള്ളവരും ഇവിടെയുള്ളവരും ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. മാതാവിൻ്റെ മധ്യസ്ഥയിൽ കൃപാസനമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരിശുദ്ധ പരമ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ എൻ്റെ പേര് ലിജോ ജോസ്. തൃശ്ശൂർ ജില്ലയിലെ പോട്ടൂർ ഇടവകയിൽ നിന്നാണ് വന്നത്. ഇതെൻ്റെ ഭാര്യ സോണിയ ലിജോ. ഞങ്ങൾ 6/3/2019 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു 86 മുതൽ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ടെക്സ്റ്റൈൽ ബിസിനസ്സാണ്. ഒരു 2004 മുതൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 10-20 ഏക്കറോളം ലാൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സൊക്കെ ഇത്തിരി തകർച്ചയുടെ വക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്
ബിസിനസ് ടെക്സ്റ്റൈൽ ബിസിനസ് നടക്കണില്ല, റിയൽ എസ്റ്റേറ്റ് കടകൾ ബിസിനസ് കച്ചവടങ്ങളൊന്നും നടക്കണില്ല. അങ്ങനെ ഒരു സാമ്പത്തിക കുറച്ച് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ വന്ന് പലരുടെയും കടയിൽ വരുന്ന പാത്രങ്ങളും അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ വന്ന് അറിയാൻ കഴിഞ്ഞതും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 6/3/2019 ഞാനും ഭാര്യയും മക്കളുമായിട്ട് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഒരു 2 പ്രാവശ്യം 1-2 പുതുക്കണ വരെ വളരെ തീക്ഷ്ണമായിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. പിന്നെ കൊറോണ വന്ന് ലോക്ക്ഡൗണായി എല്ലാവരും ഇങ്ങനെ വീട്ടിലടച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൈവദൂതൻ്റെ ഒരു രൂപത്തിൽ വന്ന് ഏകദേശം ഒരു 1.5 കോടി രൂപയുടെ ഒരു കച്ചവടം തന്ന് കുറച്ചധികം സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. ഒന്നും ഫോൾട്ടായിട്ടില്ലെങ്കിലും എല്ലാം കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഒരു 1.5 കോടി രൂപയുടെ കക്ഷി അത്രയും കച്ചവടം തന്ന് നമ്മൾക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് ബാധ്യതകളിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഷോൾഡർ ഫ്രീ ആക്കാനായിട്ട് നമ്മൾ സാധിച്ചു. ആദ്യത്തായിട്ട് അത് 2019 നടന്നത്. എനിക്കത് വന്ന് പറയാനായിട്ട് ഇവിടെ വന്ന് ഒരു നമ്മൾക്ക് സ്വയം ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റാതിരുന്നത്. എൻ്റെ ഭാര്യ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഇതൊന്നും പറയാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നു ആദ്യം തൊട്ട്. രണ്ടാമതായിട്ട് 2 സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, കുറേ സ്ഥലങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 2 സ്ഥലങ്ങളുടെ റീസർവേ കഴിയാണ്ട് ഒരു 15 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അതൊന്നും നടന്ന് കിട്ടണില്ല. അത് ഇങ്ങനെ എന്തെങ്കിലും ഓരോരോ പ്രശ്നങ്ങളായിട്ട് നീണ്ടു പോവുകയാണ്. ഒരു സ്ഥലത്തിൻ്റെ ആണെങ്കിൽ ഒരു ഹൈവേ അതിൻ്റെ 3 അഡ്ജസൻറ്റ് പ്രോപ്പർട്ടികൾ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഫോറസ്റ്റിൻ്റെ, ഒന്ന് PWD റോഡ്, ഒന്ന് ഗവൺമെൻറ് പുറമ്പോക്ക്, അങ്ങനെ കിടക്കുന്ന നല്ലൊരു ഹൈ വാല്യൂ ആയിട്ടുള്ളൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ്. അത് റീസർവേ ചെയ്ത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല ഒരുപാട് പ്രാവശ്യം. ഇപ്പോൾ അത് റീസർവേ ചെയ്ത് കിട്ടി. അതാണ് 2ാമത്തെ സാക്ഷ്യം. 3ാമതായിട്ട് ഞാൻ പ്രൊഫഷണലായിട്ട് ഈ ഷെയർ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ച് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഒരു സെപ്റ്റംബറിൽ തൊട്ടൊരു വലിയൊരു റിസഷൻ വന്ന അന്ന് മുതൽ മാർക്കറ്റ് വളരെ ഡൗണായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ടൈറ്റൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു 15 ലക്ഷം രൂപയുടെ അടുത്ത് ഏകദേശം ഒരു 2 ഫ്യൂച്ചർ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഒക്ടോബറിലായിരുന്നു ജപമാല റാലി. അന്നത്തെ ലാസ്റ്റ് തേഴ്സ്ഡേ അതിൻ്റെ എക്സ്പയറിയാണ്. ആ സാധനത്തിൻ്റെ ഫ്യൂച്ചറിൻ്റെ എക്സ്പയറിയാണ്. എത്രയാണ് നഷ്ടം നിൽക്കണമെന്ന് വെച്ചാൽ ആ നഷ്ടത്തിൽ അത് സെല്ല് ചെയ്തിട്ട് നമ്മൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഏകദേശം അതിനകത്ത് 15 ലക്ഷം രൂപയിൽ ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ലോസിലാണ് അതിവിടെ നടന്നുകൊണ്ടിരുന്നിരുന്നത്. ജപമാല റാലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ച് അതിനകത്ത് പങ്കെടുത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്ത് വന്ന് റാലിയിൽ പങ്കെടുത്ത്. അതുപോലെ തന്നെ അന്നത്തെ അവസാനത്തെ തേഴ്സ്ഡേ അന്നത്തെ ഒരു ദിവസം ഗവൺമെൻറ് അതിൻ്റെ തലേ ദിവസം എക്സൈസ് ഡ്യൂട്ടി, ഗോൾഡിൻ്റെ എക്സൈസ് ഡ്യൂട്ടി കാര്യമായിട്ട് കുറച്ചുകൊണ്ടൊരു പ്രഖ്യാപനം വന്നപ്പോൾ അന്നത്തെ ദിവസം തന്നെ ടൈറ്റൻ എന്നുള്ള ഷെയർ 10% അപ്പർ സർക്യൂട്ടിൽ അത് ക്ലോസ് ചെയ്തു. എനിക്കത് ചെറിയൊരു 1.5 ലക്ഷം ലോസിൽ നിന്ന സാധനം എനിക്കൊരു ചെറിയ പ്രോഫിറ്റിൽ അത് എക്സിറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു കരുതലാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയുന്നു. പിന്നെ 3ാമതായിട്ട് കിണറ്റിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിണറിൽ വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങുകയും വെള്ളം തീരെ കുറയാനൊരു ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ വയറ്റിൽ അസുഖം, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെല്ലാം വയറ്റിൽ ബുദ്ധിമുട്ടുകളും ആശുപത്രി പോകേണ്ട അങ്ങനെ അവസ്ഥകളുണ്ടായിരുന്നു. കിണറിൽ ഉപ്പും പരിശുദ്ധ വെഞ്ചരിച്ച വെള്ളം തെളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളത്തിന് കുറവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വെള്ളത്തിന് ആ കലങ്ങലും പൂർണ്ണമായും മാറിക്കിട്ടി. 2008 ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരു ഏക്കറോളം സ്ഥലം വാങ്ങിക്കാനായിട്ടൊരു എഗ്രിമെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2008 വലിയൊരു റിസഷൻ വന്നപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് 1 ഏക്കറാണ് ഞാൻ എഗ്രിമെൻറ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് 40 സെൻറ്റോളം ഞാൻ ഓൾറെഡി അത് ഡേറ്റിന് മുന്നേ ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 60 സെൻറ്റ് സ്ഥലം ഞാൻ തീരെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് അവർ 1-2 മാസത്തോളം ഒരു എക്സ്ക്യൂസൊക്കെ തന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ട് കരാറ് നീട്ടി കുറച്ച് പൈസ കൊടുത്ത് കൂടുതൽ കൊടുത്ത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു.
അപ്പോൾ ആ സ്ഥലം വന്ന് അളന്ന് നോക്കി അവസാനം ഇന്ന് അളന്ന് നമുക്ക് സ്കെച്ച് തന്നപ്പോൾ അതിനകത്ത് 20 സെൻറ്റിൻ്റെ 3 പ്ലോട്ടാണ് ഇനി തീരെടുക്കാനുള്ളത്. അതിൽ ഒരു 20 സെൻറ്റിൻ്റെ പ്ലോട്ടിനകത്ത് ഒരു 6 സെൻറ്റോളം സ്ഥലം പുറമ്പോക്കുണ്ട്. ആ പുറമ്പോക്ക് സ്ഥലത്തിനും കൂടി അവർക്ക് പൈസ കൊടുത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് പെര വെച്ച് താമസിക്കാനോ കൃഷി ചെയ്യാനോ എനിക്ക് ആവശ്യമില്ല. എനിക്ക് വിൽക്കാനായിട്ടുള്ള പ്രോപ്പർട്ടി ഡീലിൽ പേപ്പറിലാക്കി തന്നാലേ ഞാൻ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു തർക്കത്തിൻ്റെ പുറത്ത് അവർ പിന്നെ അതിൽ നിന്ന് ആ കോൺട്രാക്റ്റിൽ നിന്ന് അവർ തിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയേറ്റേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ആ പൈസ മടക്കി തന്നാൽ മതി, നമ്മുടെ സമയം പീരീഡ് കഴിഞ്ഞു, നമ്മൾ തന്ന 10 ലക്ഷം രൂപ അഡ്വാൻസ് അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ആ പൈസ തിരിച്ച് തന്നാൽ മതി, തീരെടുത്തതിൻ്റെ പൈസയൊക്കെ ഓൾറെഡി സെറ്റിൽഡാണ്, 10 ലക്ഷം മടക്കി തരാൻ പറഞ്ഞപ്പോൾ അവർക്ക് സമ്മതിക്കുന്നില്ല. അവർ പറയണ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് എമൗണ്ട് ഫുള്ളായിട്ട് ഫോർഫീറ്റ് ചെയ്ത് എഴുതുന്നതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചേക്കണം. അത് പ്രകാരം അവരൊന്നും തന്നില്ല. ഞാൻ അങ്ങനെ 2010 തൃശ്ശൂർ സബ് കോടതിയിൽ കേസിന് പോയി. എനിക്ക് 2016 അത് ഞങ്ങൾ ബാക്കി പല സ്ഥലം കിട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ ഫുൾ വാല്യൂം കോടതിയിൽ കെട്ടിവെച്ചിട്ടാണ് ഞാൻ കേസിന് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു 4 lakhsോളം കോർട്ട് ഫീ അടച്ചിട്ട് ഞാൻ കേസിന് പോയി. എനിക്ക് സ്ഥലം തന്നില്ല. ഓൾട്ടർനേറ്റ് പ്രയറായിട്ടുള്ള കേസും അതിൻ്റെ അഡ്വാൻസ് എമൗണ്ടും 12% പലിശയും കോടതിക്ക് വിധിക്ക് ശേഷം 6% പലിശയായിട്ട് തൃശ്ശൂരിൽ നിന്ന് വിധി വന്നു. അവർ പറയണു ഈ സ്ഥലം ഈ പൈസ തിരിച്ചു തരാൻ സാധിക്കില്ല, ഞങ്ങൾ ഫുള്ളായിട്ട് ഈ അഡ്വാൻസ് മണി ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ് അതിനകത്ത് ഉപയോഗിച്ചാണ്. അതാണ് അമ്മ മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ ചരിത്രം അവിടെ നിന്നാണ് തുറന്നു പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് എഴുതി വെച്ചേക്കണത്, കരാറിൽ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്നുള്ളൊരു വാക്കാണ്. ഏണസ്റ്റ് മണി നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴും ഏണസ്റ്റ് മണി തിരിച്ചു കൊടുക്കാൻ വേണ്ടാത്തൊരു പൈസയാണ്. ഏണസ്റ്റ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നമ്മൾക്കറിയില്ല ഇതിനകത്ത് അഡ്വാൻസ് മണി തന്നെയല്ല അവിടുത്തെ എഴുതാറ്. പക്ഷേ ഇവർ എഴുതി വെച്ചേക്കണ ഏണസ്റ്റ് മണി എന്ന് ഞാൻ എഴുതി കൊണ്ടുപോയ ഡോക്യുമെൻറ്റിലാണ് അവർ സൈൻ ചെയ്ത് തന്നതാണ്. പക്ഷേ അവർ ഇതിനകത്ത് എഴുതി വെച്ചാണ് ഏണസ്റ്റ് മണി എന്നാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വീണ്ടും ഹൈക്കോടതിയിൽ ഇതിന് ചലഞ്ചിങ് ആയിട്ട് ഹൈക്കോടതിയിൽ പോയി. 2017 അവർ പോയി. 2025 ഇപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയിൽ വിധി വന്നു. അതിൻ്റെ ഇടയിൽ ഈ കേസിൻ്റെ പേപ്പറുകളും ആധാരങ്ങളും ആയിട്ട് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു വെഞ്ചരിച്ച ഒരു കാശ് രൂപം തന്നു. അത് കുഴിച്ചിടാനും പ്രാർത്ഥിക്കാനും പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു തന്നു. അച്ഛനെ വന്ന് കണ്ടുപോയതിൻ്റെ ഫലമായിട്ട് എനിക്കത് ഈ കേസ് 2012% വിധിയാണ് തൃശ്ശൂരിൽ നിന്ന് വിധിച്ചെങ്കിലും ഇവരത് ഹൈക്കോടതിയിൽ നിന്ന് 8% പലിശയായിട്ട് എനിക്ക് തരാനായിട്ട് വിധിച്ചുകൊണ്ട് വിധി വന്നു. ഈ വിധിയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ വരെ ഉള്ളത് ഈ അഡ്വാൻസ് ഏണസ്റ്റ് മണി എന്നുള്ള വാക്ക് തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം അഗെയിൻസ്റ്റായിട്ട് ആദ്യമായിട്ടുള്ള വന്നൊരു വിധിയാണ്. അപ്പോൾ ഇത് പുതിയ കേസുകൾക്ക് അതിൻ്റെ ജേണലിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരണം, പുസ്തകത്തിൽ വരെ പ്രിൻ്റ് ചെയ്ത് വരാനുള്ള ഒരു വിധിയായിട്ട് ഈ സാധനം ഇതിനകത്ത് പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഇപ്പം അതിൻ്റെ എക്സിക്യൂഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈസ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് അത് പരിശുദ്ധമ്മ ഇടപെട്ട് തിരുക്കുമ്പാലിൽ നിന്ന് വാങ്ങി തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന 2 നിയോഗങ്ങളാണ്. പരിശുദ്ധ അമ്മ 4ാമത്തെ ഒരു നിയോഗമാണ്. ഈ 2 3 കേസുകളുണ്ട്. ആ കേസുകളിൽ നമ്മളെ കൊണ്ടൊന്നും വിചാരിച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കണില്ല. പരിശുദ്ധ അമ്മ വക്കീലായിട്ട് വന്നിട്ട് ഇത് കാര്യങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, എനിക്കൊരു അപകടം പറ്റിയത്. ആ കേസ് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടുപോകുമായിരുന്നു. അതിൻ്റെ തീരുമാനമായി അതിൻ്റെ കോമ്പൻസേഷൻ വാങ്ങിത്തന്ന് അതിനും തീരുമാനമായി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ വാങ്ങിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു. ഈ തിരുവൾത്താരയിൽ കയറി നിൽക്കാനുള്ള ഭാഗ്യം തന്നതിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കും ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് നമ്മൾ മിക്കവാറും തൃശ്ശൂർ പോയിട്ട് അവിടെ പുത്തമ്പള്ളിയുടെ പരിസരത്തും അങ്ങനെ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. മിക്കവാറും കടയിൽ നിന്ന് പോകാൻ ഒഴിവില്ലാത്തപ്പോൾ തൃശ്ശൂർ അങ്കമാലി 2-3 സ്ഥലത്തങ്ങളിലേക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയാണ് അയച്ചു കൊടുക്കാറ്.
അതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികളായിട്ട് പറയുന്നത്. കാരണം കടയിൽ വരുന്ന സമയം കിട്ടുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ, നമ്മുടെ കിട്ടിയ നന്മകളും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരും കുറേ ആൾക്കാർ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വന്നവർ ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കുറേയൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊക്കെ തിരുത്തി കൊടുക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ അവരൊക്കെ മനസ്സിലാക്കിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ സാക്ഷ്യം പറയണത്, ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി കൊടുത്തു പോയതൊരു സാക്ഷിയാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ കയറി നിൽക്കാനും ആൾത്താരയിൽ നമ്മളങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്നുള്ള പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് കയറി നിൽക്കാനും ഭയങ്കര പേടി കൊണ്ടാണ് അവിടെ എഴുതി കൊടുത്തു പോയത്. നമുക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ നമ്മൾ പൊതുസമക്ഷത്തിൽ കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മളത് പിശാചിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലായപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാവുകയും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് അവസരം തന്നതിന് നന്ദി പറയും. എൻ്റെ പേര് ആതിര. ഞാൻ വരുന്നത് തൃശ്ശൂർ പാവറട്ടി ഇടവകയിൽ നിന്നാണ്. എനിക്ക് അമ്മ മാതാവ് നൽകിയ ഒരു വലിയ സാക്ഷ്യം ഞാനിവിടെ പറയാനാണ് വന്നിരിക്കുന്നത്. ഞാൻ 10 വർഷത്തോളമായി ഞാൻ ജർമ്മനിയിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യാനൊക്കെ നോക്കി, ഏജൻസിയിലോട്ട് കോൺടാക്ട് ചെയ്തു. എല്ലാ ഏജൻസിയും പറയുന്നു നിനക്ക് ഏജ് ഓവറാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ഒരിക്കലും നിനക്ക് കിട്ടില്ല, ഏജ് ഓവർ ആയുള്ളവർ എടുക്കില്ല. എനിക്ക് 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് ഉണ്ട്. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഇയർ ഗ്യാപ്പാണ്. ഒരിക്കലും പബ്ലിക് യൂണിവേഴ്സിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഒരിക്കലും നിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് എല്ലാ ഏജൻസിയും എന്നെ അവോയ്ഡ് ചെയ്തു. അവരെല്ലാവരും പറഞ്ഞു പറ്റില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ട് ഞാനൊരു ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. നമ്മുടെ എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും വിസ കിട്ടണം, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കാരണവശാലും വിസ കിട്ടാൻ ചാൻസ് ഇല്ല. 10 വർഷത്തെ ഇയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അതൊരു ലോങ് ഗ്യാപ്പാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ചിരുന്ന ഫീൽഡിലല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല, എന്നാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ വേണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുക്കാം, കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് അവർ തന്നത്. 3 യൂണിവേഴ്സിറ്റിക്കും ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. 3 യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ 2 യൂണിവേഴ്സിറ്റിയും എന്നെ 1 വീക്കിനുള്ളിൽ എന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് പേടിയായി, ഇനി അവസാനം ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഉള്ളൂ. അപ്പോൾ തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി ജനുവരി 8, 2025 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും കാലത്ത് 5:00 എണീറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. എന്നും ഞങ്ങൾ കുരിശ് വരയ്ക്കും, പ്രാർത്ഥന എത്തിക്കും. എപ്പോഴും എല്ലാ പ്രാർത്ഥനയുടെ ഇടയിലും ഞങ്ങൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. ഉപ്പ് എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാലും ഞങ്ങൾ ഉപ്പ് വായിൽ വയ്ക്കും. തേൻ എന്നും എല്ലാ ദിവസവും തേൻ കൊടുക്കും. അതൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ട് റെഡിയാക്കണം. ഫണ്ട് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് സമയമാണ് അവർ തന്നുള്ളൂ. അപ്പോഴേക്കും ഏജൻസി VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തു. ഫെബ്രുവരി 14 അവർ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഈ വർഷം ഫെബ്രുവരി 14 ഞങ്ങൾക്ക് ആ സമയമാകുമ്പോഴേക്കും പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വീണ്ടും ഫെബ്രുവരി 3 ഞാനും അമ്മയും കൂടി വീണ്ടും ഇവിടെ വന്നു. ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവേ ഞങ്ങൾക്ക് കാശാക്കാൻ ഇതുവരെ ഒരു വഴി തെളിഞ്ഞിട്ടില്ല, ഞങ്ങൾ ലോണിനൊക്കെ കൊടുത്തു, ലോണൊന്നും ആ സമയമാകുകൊണ്ട് സാങ്ഷൻ ആവില്ല എന്നവർ പറഞ്ഞു. പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആവണ വേറെ വഴികളൊന്നും ഇല്ല, പിന്നെ ആകെയുള്ളത് നമ്മൾ കുറച്ച് ഗോൾഡ് മാത്രം വെക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ എങ്ങനെയും ഫണ്ട് റെഡിയാക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് ഇവിടുന്ന് മനസ്സിലിരുന്ന് പറഞ്ഞു എന്നോട് ഫെബ്രുവരി 27 അവരോട് അപ്പോയിൻമെൻറ്റ് എടുത്ത് തരാൻ പറയും. VFS അപ്പോയിൻമെൻറ്റ് 27 എന്നുള്ള ഡേറ്റാണ് എന്നോട് പറയുന്നത് മാതാവ്. ഞാൻ അപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് ഏജൻസിനെ വിളിച്ച് പറഞ്ഞു എനിക്ക് 27 പറഞ്ഞ ഡേറ്റിന് മതി അപ്പോയിൻമെൻറ്റ്, 14 നോക്കണ്ട, നിങ്ങളൊരു 27 ഡേറ്റ് കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടില്ല, ഞങ്ങൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. അമ്മി ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിന് കയറിയപ്പോൾ ബസ്സിലിരുന്നപ്പോഴേക്ക് ഏജൻസി ഞങ്ങൾ വിളിച്ച് പറഞ്ഞു 27 ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് 27 ഡേറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ഇത്രയും പെട്ടെന്ന് തന്നെ ഡേറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾക്ക് ആ ഡേറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ
ഫെബ്രുവരി 27 ആകുമ്പോഴേക്കും ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തു. ഒരുപാട് പേരുടെ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ലാസ്റ്റ് കാരണം നമുക്ക് ലോൺ ചെറിയ സമയത്തിനുള്ളിൽ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഫെബ്രുവരി 25 നമ്മൾ ഫൈനലായിട്ട് എല്ലാ ഫണ്ടും കൂടി നമ്മൾ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 27 അപ്പോയിൻമെൻറ്റിന് പോണേക്കാട്ട് മുമ്പ് ഈ ഫണ്ടൊക്കെ അവിടുത്തെ അക്കൗണ്ടിൽ, ജർമ്മനിയിലെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്തായാലും എംബസിയിൽ കാണിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പ്രൂഫ്. അതില്ലെങ്കിൽ വിസ റിജക്ഷനാണ്. അപ്പോൾ നമുക്ക് 25 ഞങ്ങൾ എല്ലാ ഫണ്ട്സും കൂടി അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, CDM യൂസ് ചെയ്യും. CDM എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാശ് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് വലിയ ഫണ്ട്സാണ്, നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഇല്ല, കുഴപ്പമില്ല, ഫണ്ട്സ് പെട്ടെന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ CDM യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ട്രാൻസാക്ഷൻ ടൈംഡ് ഔട്ടായി. ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങളവിടെ പോയത്. 3 മണി നേരത്തായിരുന്നു അവർക്ക് ഫൈനൽ ടൈം പറഞ്ഞു. 3 മണി നേരമായിരുന്നു. ഞങ്ങൾ 2 മണിയാകുമ്പോഴേക്കും ഇട്ടുകൊണ്ടിരിക്കുന്ന ഫണ്ട്സ് അവിടെ ബ്ലോക്കായിപ്പോയി. CDM ഫണ്ട് ബ്ലോക്കായി. ഞങ്ങൾക്ക് കാശ് എടുക്കാൻ പറ്റാണ്ടായി. പിന്നെ 3 മണി വരെ അവർ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് കാശ് റെഡിയാക്കി എങ്ങനെയും ഇടണം. ഫണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് എല്ലാവരും മാറി മാറി ഞങ്ങൾ വിളിച്ചു. അവർ പറഞ്ഞു 5 to 6 ബിസിനസ് ഡേയ്സ് എടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മളെല്ലാ വഴിയും മാർഗം നോക്കിയിട്ടാണ് ഞങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടുന്ന് വീണ്ടും ഫണ്ട് റെഡിയാക്കി ഫണ്ട് അറേഞ്ച് ചെയ്ത് 1 അവറിനുള്ളിൽ. അപ്പോഴേക്കും സമയം 4 മണിയായി. സാധാരണ 3 മണി വരെയുള്ള ബാങ്ക് എടുക്കുന്നത്. ആക്സെപ്റ്റൻസ് 3 മണി വരെയുള്ളൂ. 3 മണിക്കുള്ളിൽ അടച്ചാൽ മാത്രമാണ് അവിടെ ജർമ്മനിയിലെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുള്ളൂ. പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നു. ഫെബ്രുവരി 26 പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ അന്ന് ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒന്നും നടക്കില്ല എന്ന് ഓൾറെഡി ബാങ്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് 4 മണിക്ക് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്ന് അപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ കയറാൻ. കാരണം 27 ഉച്ചയ്ക്ക് 1:30 എനിക്ക് VFS അപ്പോയിൻമെൻറ്റ്. ഉച്ചയ്ക്ക് 1:30 VFS അപ്പോയിൻമെൻറ്റിൽ കയറുമ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജർമ്മനിയിലെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അത് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. 1:30 ആയിട്ടും എൻ്റെ VFS അപ്പോയിൻമെൻറ്റ് ഞാൻ കയറിയിട്ട് എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും വണ്ടിയിലിരുന്ന് മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും മാറി പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നു. ഒരു കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും VFSലെ ഡോക്യുമെൻറ്റ്സിലും എല്ലാത്തിലും ഞങ്ങൾ ഉപ്പിട്ടു. എല്ലാത്തിലും മാറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവ് അങ്ങ് പറഞ്ഞ ഡേറ്റിനാണ് ഞങ്ങൾ VFS അപ്പോയിൻമെൻറ്റ് എടുത്തത് 27. ഇതുവരെയായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ കാശ് അടച്ചു. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ടില്ല. ഇത് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും വിസ റിജക്ഷനാണ്. ഏജൻസി പറഞ്ഞു, നിങ്ങൾ പോകണ്ട, 1:30 ആയി സമയം, നിങ്ങൾ പോകണ്ട, നിങ്ങൾ വെറുതെ VFSലെ കാശ് കളയാൻ വേണ്ടിയാണ് പോകുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്ക് ഏജ് ഓവറാണ്. പിന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. ഈ ഫിനാൻഷ്യൽ പ്രൂഫ് ഇല്ലാത്ത ഒരു ഇതും എംബസി ആക്സെപ്റ്റ് ചെയ്യില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ് VFSൻ്റെ. അതവിടെ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ 1:30 അവിടെ കയറി. അവർ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. 1:45 ആയപ്പോഴാണ് എൻ്റെ ടോക്കൺ വിളിച്ചത്. 1:45 ആയപ്പോൾ ഞാൻ ടോക്കണിൻ്റെ എൻ്റെ കൗണ്ടറിലോട്ട് കയറി. അവർക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഏജൻസിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് എടുത്ത് പ്രിൻ്റ് ഔട്ട് ചെയ്തോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അപ്പം ഞങ്ങളത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് കൗണ്ടറിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഒരു സെക്കൻഡ് ഞങ്ങളിപ്പോൾ പോയി പ്രിൻ്റ് എടുത്ത് വരാം എന്ന് പറഞ്ഞു. അപ്പം തന്നെ പ്രിൻ്റ് എടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ 1 വീക്കിനുള്ളിൽ എനിക്ക് വിസ അപ്രൂവൽ കിട്ടി. എല്ലാവരും പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾക്ക് വിസ കിട്ടില്ല, റിജക്റ്റ് ആവുള്ളൂ, ഇയർ ഗ്യാപ്പ് പ്രശ്നം, ഏജ് ഓവറായി, എല്ലാം കാരണം കൊണ്ട് എനിക്ക് വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞവർ എനിക്ക് വിസ കിട്ടി. 1 വീക്കിനുള്ളിലാണ് എനിക്ക് വിസ കിട്ടിയത്. ഇപ്പോൾ മാർച്ച് 25 ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. പിന്നെ എനിക്ക് അടുത്ത സെക്ഷനിൽ എനിക്ക് അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുക അക്കോമഡേഷൻ റെഡി ആവാൻ വേണ്ടി. എല്ലാ ദിവസവും കാലത്ത് എണീറ്റിരുന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന എത്തിക്കും. അക്കോമഡേഷൻ ആവാതിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അക്കോമഡേഷനായി. കൂടെയുള്ളവർക്കൊക്കെ നേരത്തെ അവർ പ്രിപ്പയർ ചെയ്തു. കാരണം അവർക്ക് ഉറപ്പായിരുന്നു വിസ കിട്ടുമെന്ന്. എനിക്ക് എൻ്റെ കൺസിഡറേഷനിൽ കിടക്കുന്ന കാരണം എനിക്ക് ഉറപ്പില്ല എൻ്റെ വിസ കിട്ടുമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ കൺഫേംഡ് ആയിട്ട് ഒരു അക്കോമഡേഷൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അക്കോമഡേഷൻ കിട്ടുമോ എന്നുള്ളൊരു പേടി തന്നെയായിരുന്നു. 1 വീക്കായി. ഇന്ന് നമുക്ക് കുറച്ച് ഡേയ്സും കൂടി ഉള്ളൂ. ഇന്നലെ എനിക്ക് ഫൈനൽ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ആർക്കും കിട്ടാത്തതാണ് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. എനിക്ക് ഇന്നലെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഇമെയിൽ വന്നു, യു ഹാവ് കൺഫേംഡ് യുവർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ കോൺട്രാക്ട് ഞാൻ സൈൻ ചെയ്തു. എൻ്റെ അക്കോമഡേഷൻ ഇപ്പോൾ എനിക്ക് അവിടെ സ്റ്റേബിളാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ
എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു 2019. ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റായിട്ടാണ് കുട്ടികളുണ്ടായത്. 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടായത്. അന്നൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റിൽ വെച്ചിട്ട് കുരിശ് വരയ്ക്കും, എന്നും കുരിശ് വരയ്ക്കും. അങ്ങനെ ഞാൻ കൺസീവായി. പിന്നെ എല്ലാ സ്കാനിങ്ങിനും ഞങ്ങൾ ഉടമ്പടി തൈലം യൂസ് ചെയ്യും. എല്ലാ സ്കാനിങ്ങിൽ പോകുമ്പോൾ കാശുരൂപം തൈലം യൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കാനിങ്ങിന് കയറുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ അവന് 1 ഇയർ ആയി, 1 വയസ്സാണ് ഈ ഏപ്രിലിൽ. അപ്പോൾ അത് ഇത്രയും വലിയ സാക്ഷ്യം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ കാരുണ്യ പ്രവർത്തനമായിട്ട് പറഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാ വെനസ്ഡേയ്സും ഞങ്ങൾ ഫുഡ് കൊടുക്കും. ഇങ്ങനെ ബസ് സ്റ്റോപ്പിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും, പാർസൽ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ട് അമ്മ കൃപാസന മാതാവിൻ്റെ, അത് ഞങ്ങൾ എല്ലാ ഗ്രൂപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ചെറിയ എമൗണ്ടിൽ ഞങ്ങൾ കാശ് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടുന്ന് എപ്പോൾ വന്നാലും ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് അറിയാവുന്ന വീടുകളിൽ കൊടുക്കും. പോകുന്ന വഴിയിലൊക്കെ എല്ലാവർക്കും കൊടുക്കും.